സ്വാമി ശരണം ധർമ്മശാസ്താവേ ശരണം അയ്യപ്പ സ്വാമി ശരണം കാശിരാമേശ്വര Good morning. It's me Rajita Balu and welcome back to my YouTube channel തട്ടും തവിയും. ഇന്ന് വൃശ്ചിക മാസം 1-ാം തീയതിയാണ് കേട്ടോ. വൃശ്ചിക മാസം എന്ന് പറയുമ്പോൾ മലയാള മാസങ്ങളിലെ വ്രതശുദ്ധിയുടെ മാസം എന്നും പറയാം. അതുപോലെ തന്നെ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന മാസം എന്ന് പറയാം. ശബരിമല ദർശനത്തിനായിട്ട് കഠിന വ്രതത്തോടെ വിശ്വാസികൾ പോകുന്ന ഒരു മാസം കൂടിയാണ് ഈ വൃശ്ചിക മാസം. ശബരിമല തീർത്ഥാടന കാലം എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോഴേ അറിയാലോ, ഇവിടെ കുട്ടൂസൻ ശബരിമലയ്ക്ക് പോകാനായിട്ട് നമ്മൾ കഴിഞ്ഞ മലയാള മാസം 1-ാം തീയതി മുതൽ വ്രതമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മോൻ വസ്ത്രം മാറാണ്. ഇന്ന് 1-ാം തീയതിയായിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ വസ്ത്രം മാറാണ് കേട്ടോ. സ്വാമി ആയിട്ട് മാറാനുള്ള ആ ഒരു ചടങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേന്ന് മോൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് വാടാനപ്പള്ളിയിലേക്ക് പോയിട്ടാ. കാരണം ഇന്ന് വസ്ത്രം മാറുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ടാണ്. വസ്ത്രം വേണം, മാല, ഫോട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വാടാനപ്പള്ളിയിൽ കനറ ബാങ്കിൻ്റെ അടുത്ത് ഒരു പൂജാ സ്റ്റോഴ്സ് ഉണ്ട് കേട്ടോ. അവിടേക്കാണ് പോയത്. സാധാരണ ഞാൻ അമ്പലനടക്കയിലുള്ള അവിടെയാണ് പോകാറുള്ളത്. അവിടെ ഒരുപാട് പൂജാ സ്റ്റോഴ്സ് ഉണ്ട്. എങ്കിലും അവിടെ ഒരു കടയിൽ ഞാൻ സ്ഥിരം പോകാറുള്ളത്. ഇന്ന് പക്ഷേ നല്ല തിരക്കുണ്ട്. നാളത്തെ ഈ ഇതൊക്കെ പ്രമാണിച്ചായിരിക്കാം വാടാനപ്പള്ളി നല്ല തിരക്ക് കണ്ടു. നമുക്ക് കാറ് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം അവിടെ കണ്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ കനറ ബാങ്കിൻ്റെ അവിടെ അടുത്തൊരു പൂജാ സ്റ്റോഴ്സ് ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. ബാങ്കിലൊക്കെ പോകുമ്പോഴേ അവിടെ ആകുമ്പോൾ ആ സമയത്ത് ബാങ്കിങ് ടൈം അല്ലാത്തതുകൊണ്ട് കാറ് പാർക്ക് ചെയ്യാനും സുഖമായിരിക്കുമല്ലോ. അങ്ങനെ ഇതാ നമ്മൾ ഗുരുകൃപ എന്ന് പറയുന്ന ഈ പൂജാ സ്റ്റോഴ്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഒരു സമാധാനമായി. കാരണം എല്ലാതും ഇപ്പം നമ്മൾ വസ്ത്രം മാറുന്നതോടനുബന്ധിച്ച് മേടിക്കാവുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി വസ്ത്രത്തിനായിട്ട് നമ്മൾ വേറെ ഫാബ്രിക്സിലേക്ക് തേടി പോകേണ്ട ആവശ്യമില്ല. 6:45 കൂടിയിട്ടാണ് നമ്മൾ വാടാനപ്പള്ളി എത്തിയത്. അങ്ങനെ ഇതാ ഒരു 15 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കഴിഞ്ഞു കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോഴേ ഇപ്പോൾ വസ്ത്രം മാറാനായിട്ട് ആവശ്യമുള്ള അത്രയും സാധനങ്ങൾ മാത്രമാണ് വാങ്ങണത്. ഇനി അടുത്ത ആഴ്ചയാണല്ലോ മോൻ്റെ കെട്ടുനിറ വരുന്നത്. അപ്പോൾ അന്നേരമാണ് ബാക്കിയുള്ളതൊക്കെ വാങ്ങണത് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ പാക്കേജ് ഒക്കെ പറഞ്ഞു അവിടെ നിൽക്കുന്ന സ്റ്റാഫേ. അതായത് എന്താ ഇരുമുടിക്കെട്ട്, അതുപോലെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ, അതിനൊക്കെ ഇത്ര രൂപ, നെയ്യടക്കം, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ കുട്ടി. അപ്പോൾ അതൊക്കെ പിന്നെ നമുക്ക് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് വാങ്ങാമല്ലോ. ബാലും കുട്ടിയൊക്കെ മലയ്ക്ക് പോയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ മണ്ഡലമൊക്കെ കുളിച്ച് വളരെ വ്രതശുദ്ധിയോടെ ഒക്കെ മുന്നേ മലയ്ക്ക് പോയിട്ടുള്ളതാണ്. ബാലു പിന്നെ വർഷാവർഷങ്ങളിൽ പോയിരുന്നതാണ്. എന്നിരുന്നാലും ഇപ്പോൾ കുറച്ച് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടൂസിനും ബാലും ഇവിടെ മോളെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ആണ് കുട്ടൂസ് പോയിട്ടുള്ളത്. ഇവിടെ എൻ്റെ അമ്മേനെയും അതുപോലെ കുക്കുമോളെയൊക്കെ കൊണ്ടിട്ട് പോയിട്ടുള്ളതാണ്. അതിന് ശേഷം കുട്ടു ഇപ്പോഴാണ് കേട്ടോ പോണത്. അങ്ങനെ ഇതാ നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളും മാലയും ഫോട്ടോയും ഭസ്മവും ഒക്കെ മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ നമ്മുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക്, തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിലേക്കാണ് നമ്മൾ മാല ഇടാനായിട്ട് പോണത്. അപ്പോൾ ദാ ഇന്നാണ് വൃശ്ചികം 1 കേട്ടോ. പതിവിലും നേരത്തെ ഇന്ന് എണീറ്റിട്ടുണ്ട്. അടിയും തോടയും കുളിയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദാ ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ. തൊട്ടടുത്തുള്ള തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിലേക്കാണ് പോണത്. കാരണം നമുക്ക് മോൻ മടങ്ങി വന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവന് ജോലിക്ക് കയറേണ്ടതാണ്. 7:30 ആകുമ്പോൾ പഞ്ച് ചെയ്യേണ്ടതാണല്ലോ. അങ്ങനെ നമ്മൾ ഇവിടെ ശിവക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെ ക്ഷേത്രത്തിലെ ആ ഒരു സ്വാമിയുടെ പാട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. എല്ലാം കൂടെ ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. നേരം വെളുത്തിട്ടില്ല, ആകെ ലൈറ്റും. അതുപോലെ ഞങ്ങൾ ചെല്ലുമ്പോൾ കുറച്ച് പേരുണ്ട് കേട്ടോ, ഇതുപോലെ വസ്ത്രം മാറാനായിട്ട് വന്നിട്ടുള്ളവരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മടങ്ങി വരാറായപ്പോഴേക്കും ഒരുപാട് സ്വാമിമാരും ഒക്കെ ആയിട്ട് കുറേ പേര് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള മാല, അതായത് ഇന്ന് മോന് അണിയാനുള്ള മാലയൊക്കെ ഒന്ന് പൂജിച്ച് കിട്ടണം നമുക്ക്. അപ്പോൾ അതിനായിട്ടുള്ള റെസീറ്റൊക്കെ എടുത്ത് ദക്ഷിണ സഹിതം നമ്മുടെ നടക്കിൽ വെച്ച് കൊടുക്കുക. തിരുമേനി അത് പൂജിച്ചിട്ട് നമുക്ക് തരും. അപ്പോൾ പിന്നെ അയ്യപ്പ പ്രതിഷ്ഠയുള്ള അവിടെ വന്ന് നമ്മൾ നന്നായിട്ട് ഭഗവാനെ വിളിച്ച് ആ മാല നമുക്ക് അണിയാട്ടാ. അങ്ങനെ നമ്മൾ ആ ഒരു കഠിന വ്രതത്തിലേക്ക് ഇന്ന് കടക്കാണ്. സ്വാമിയുടെ ആ ഒരു രൂപം നമ്മൾ എന്താ പറയുക എടുത്തിരിക്കുകയാണ്.
അങ്ങനെ ഇതാ കുട്ടൂസ് സ്വാമിയുടെ വേഷം അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷർട്ട് ഇട്ടിട്ടില്ല, മുണ്ടും ഒരു തോർത്ത് മുണ്ടാണ് നമ്മൾ അവിടുന്ന് ഇട്ട് ഇറങ്ങിയത്. ജോലിക്ക് പോകുമ്പോൾ ഈ വേഷം പക്ഷേ പറ്റില്ല കേട്ടോ. എക്സിക്യൂട്ടീവായിട്ട് തന്നെ അവർ പോകണം എന്നാണ്. മാലയൊന്നും ഊരാൻ പാടില്ല, മാലയൊക്കെ എന്തായാലും കഴുത്തിലുണ്ടാവും. വേഷം ഇത് ആവാൻ പാടില്ല എന്നാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. ഇതാ നമ്മൾ പുറത്തൊക്കെ കടന്നിട്ടുണ്ട്. അപ്പോഴേക്കും നേരം പരപരാന്ന് വെളുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അമ്പലത്തിൽ റെക്കോർഡ് ഇട്ടിട്ടുള്ള റെക്കോർഡ്സൊന്നും ഓഫ് ചെയ്തിട്ടില്ല. ഇന്ന് മുഴുവനും അവിടെ കേട്ടത് അയ്യപ്പസ്വാമിയുടെ പാട്ടുകൾ തന്നെയാണ് കേട്ടോ. നല്ല നല്ല വളരെ പണ്ടത്തെ നല്ല പാട്ടുകളാണ് അവിടെ നിന്ന് പ്ലേ ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ വന്ന് മോന് ആദ്യം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. പുട്ടും നേന്ത്രപ്പഴം പുഴുങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ നേന്ത്രപ്പഴം വെച്ചത്. അങ്ങനെ പുട്ടും നേന്ത്രപ്പഴം ഉണ്ടാക്കിയിട്ട് ജോലിക്കും അത് തന്നെയാണ് കൊണ്ടുപോയത്. അങ്ങനെ കുട്ടൂസിന് ഒക്കെ ഭക്ഷണം കൊടുത്ത് കുട്ടൂസിന് പറഞ്ഞയച്ചു. അപ്പോഴേക്കും ഇവിടെ നേരം ഒന്ന് വെളുത്ത് വന്നിട്ടുണ്ട്. നല്ല ഒരു വൈബിൽ തന്നെയാണ് ജീവജാലങ്ങളും എണീറ്റിട്ടുള്ളതെന്ന് തോന്നിയിട്ടാ. പക്ഷികളുടെയൊക്കെ ഒരു ശബ്ദം കേട്ടപ്പോഴേ അത്ര നല്ല മൂഡിൽ തന്നെയാണ് എല്ലാവരും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണു. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ ഇനിയും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.